നമസ്തേ. ഇന്നലെ ഞാൻ ലേഡീസ് ഗ്രൂപ്പിൽ, അതായത് സായിബാബ മിറക്കിൾ മെഡിറ്റേഷൻ ലേഡീസ് ഗ്രൂപ്പിൽ മോഹൻജിയുടെ ഒരു അപ്കമിങ് ഓൺലൈൻ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മോഹൻജിയുടെ കൂടെ ഒരു ഓൺലൈൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു വലിയ ഒരു അവസരം, ഒരു അസുലഭ അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും അതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്താണ് എന്ന് പറയുകയാണെങ്കിൽ, അബണ്ടൻസ് വിത്ത് മോഹൻജി എന്ന് പറയുമ്പോൾ, അബണ്ടൻസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് റിച്ച് എന്നുള്ള വാക്കുമായിട്ടാണ് നമ്മൾ കണക്റ്റഡ് ആവുക. ധാരാളം പണമുള്ളത് അല്ലെങ്കിൽ ധാരാളം സൗകര്യങ്ങൾ ഉള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അബണ്ടൻസ് എന്ന് പറയുന്ന ഒരു വാക്കിനെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മോഹൻജിയുടെ ഒരു പ്രോഗ്രാം നമ്മളെ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എക്സ്റ്റേണൽ റിച്ച് അല്ല. അതായത് വെളിയിൽ കാണുന്ന ധനം, ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾ, അതല്ല യഥാർത്ഥത്തിലുള്ള അബണ്ടൻസ്. നമ്മൾ എത്രമാത്രം കണ്ടന്റാണ്, നമ്മൾ എത്രമാത്രം നമ്മളുടെ ലൈഫിൽ സംതൃപ്തരാണ്, നമ്മൾ എത്രമാത്രം സന്തോഷവാന്മാരാണ് അല്ലെങ്കിൽ സന്തോഷവതികളാണ് എന്നുള്ളതാണ് അബണ്ടൻസ് എന്നുള്ള വാക്കിന്റെ ട്രൂ മീനിങ്. ആ ഒരു ട്രൂ മീനിങ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പ്രോഗ്രാമാണ് അബണ്ടൻസ് വിത്ത് മോഹൻജി. ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് 3 ദിവസമാണ്. 23, 24, 25 ദിവസങ്ങളിലാണ്. ഇന്ത്യൻ ടൈം പറയുമ്പോൾ 4:30 to 8:30, അതായത് ഒരു 4 മണിക്കൂർ ദിവസവും ഈ പ്രോഗ്രാം ഉണ്ടാകും. ഈ പ്രോഗ്രാമുകളിൽ ഇപ്പോൾ നമ്മൾ റിച്ച് എന്ന് പറയുമ്പോൾ പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കുന്നത് സൊസൈറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ധാരാളം പണമുള്ള ആള്, ബാങ്ക് ബാലൻസ് ഉള്ള ആള്. യഥാർത്ഥത്തിൽ അവർ റിച്ച് ആണോ? പലപ്പോഴും ഈ ധനികരായിട്ടുള്ള ആൾക്കാർ നമ്മൾ കേട്ടിട്ടുണ്ട്, അവർ ജീവിക്കാൻ മറന്നു പോവുക ചെയ്യുക. ഇനിയും വേണം എന്ന് പറഞ്ഞ് ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് അവർക്ക് ആരോഗ്യവും ശ്രദ്ധിക്കാൻ നേരമില്ല. അവരുണ്ടാക്കിയ ആ ഒരു ധനം അവരെവിടെ ആ ബാങ്കിൽ തന്നെ ഇട്ടിട്ട് പോവുക. അത് അവരും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ അവകാശികൾക്ക് അവർ ജീവിച്ചിരിക്കുമ്പം ഉപയോഗിക്കാൻ അവർ അനുവദിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ മറ്റുള്ളവർക്ക്, പാവപ്പെട്ടവർക്ക് അങ്ങനെയും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ധനം അവർക്ക് ഒരു തരത്തിലും അത് പ്രയോജനപ്പെട്ടിട്ടുണ്ടാവില്ല. വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് ധനികൻ എന്ന് പറയാൻ പറ്റില്ല. അവർ ശരിക്കും ദരിദ്രരാണ് ഉള്ളിൽ. കാരണം അവരൊരിക്കലും കണ്ടന്റഡ് അല്ല. അതായത് അവർക്ക് സംതൃപ്തി കിട്ടിയിട്ടില്ല പണം കൊണ്ട്. ഇനി ഉണ്ടാക്കണം എന്നല്ലാതെ ഈ ഉള്ള ധനം കൊണ്ട് എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് അവർ പഠിച്ചിട്ടില്ല. ഈ ഒരു കാര്യം എല്ലാത്തിലും പറ്റും. കാരണം ഈ റിലേഷൻഷിപ്സ്, ഉള്ള ബന്ധങ്ങളിൽ സംതൃപ്തരാകില്ല. ഒരു കല്യാണം കഴിച്ചാൽ തന്നെ നമുക്കറിയാം, ആ ഒരു വിവാഹം ചെയ്ത് കിട്ടിയ ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യുന്നതിന് പകരം പങ്കാളിയുടെ കുറ്റം, കുറവ് ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് കുറച്ചും കൂടെ നല്ല ലൈഫ് ആവാമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ പറ്റിയല്ല. അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് അങ്ങനെ ഈ ഒരു ഇതിൽ കാറ്റഗറിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ അല്ലാതെ തന്നെ സംതൃപ്തി കണ്ടെത്താൻ പറ്റാത്തവരുണ്ട്. വെളിയിൽ സംതൃപ്തി തേടി പോകുന്നവരുണ്ട് മറ്റ് റിലേഷൻസിൽ. അത് ഒരു കണ്ടന്റ്മെന്റ് ഇല്ലായ്മയാണ്. പിന്നെ സമ്പത്തിന്റെയും ഈ ബന്ധങ്ങളുടെയും പോലെ തന്നെ സ്നേഹത്തിന്റെ കാര്യത്തിൽ വളരെ പിശുക്ക് കാണിക്കുന്നവരുണ്ട്. സ്നേഹം കൊടുക്കാനും വാങ്ങാനും പറ്റാതെ ഹാർട്ട് ചക്ര ബ്ലോക്കായി പോകുന്ന ആൾക്കാരുണ്ട്. അത് ഈവൻ പേരൻസ് തന്നെ കുട്ടികളോട് വേണ്ടത്ര സ്നേഹം പ്രകടിപ്പിക്കാതെ അവരെ എപ്പോഴും വിമർശിക്കുകയും അവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടെത്തുകയും, പ്രത്യേകിച്ച് ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രഷർ വരുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയാണ് ഈ ലോകത്ത് ഈ സ്ട്രെസ് തന്നെ ഉണ്ടായി വരുന്നത്. ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് ഈ കമ്പാരിസൺ, മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അവർക്ക് അവരുടെ ആ യുണീക്നെസ് നഷ്ടപ്പെട്ടു പോവുക. അവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും സാമർഥ്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഒരാൾക്കുള്ള കഴിവ് മറ്റേയാൾക്ക് ഉണ്ടായിക്കൊള്ളണം എന്നുമില്ല. അപ്പൊ എല്ലാവരും ഒരുപോലെ പഠിക്കണം. മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ അതിലെല്ലാവരും ഒന്നാമനായിക്കൊള്ളണം എന്നില്ല. ചില കുട്ടികൾക്ക് ലാംഗ്വേജസിലായിരിക്കും, ചില കുട്ടികൾക്ക് ആർട്സ് വിഷയങ്ങളിലായിരിക്കും താല്പര്യം. അപ്പോൾ അത് കണ്ടെത്താൻ അവരെ സഹായിക്കാതെ അവരെ സ്ട്രെസ്സിലേക്ക് തള്ളി നീക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുട്ടികളും ഒരിക്കലും സംതൃപ്തരായിരിക്കില്ല. അവരവർക്ക് കിട്ടിയ ജോലിയിൽ അല്ലെങ്കിൽ അവര് വർക്ക് ചെയ്യുന്ന ആ മേഖലയിൽ അവർക്ക് സംതൃപ്തി കിട്ടിക്കൊള്ളണം എന്നില്ല. ഒരു വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ, ആർട്ടിസ്റ്റിക് ആയിട്ട് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ ആ ഒരു മേഖലയിലേക്ക് വിടാതെ അവർക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഫീൽഡിലേക്ക് വിട്ട് അവരൊരിക്കലും ലൈഫിൽ കണ്ടന്റഡ് ആവില്ല. അവർ പലപ്പോഴും ആ ജോലി, ഇപ്പോഴൊക്കെ ആവുമ്പോൾ കുട്ടികൾ ആ ജോലി ഉപേക്ഷിക്കാൻ തന്നെ നിർബന്ധിതരാവാറുണ്ട്. അതേപോലെ തന്നെ ഹെൽത്തിന്റെ കാര്യത്തിൽ ഒരു എന്താ പറയുക, ഒരു സംതൃപ്തി നമുക്ക് കണ്ടെത്താൻ കഴിയാതെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. ഈ പണത്തിന്റെ പുറകെ ഓടിയിട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ
പറ്റാതെ വരാറുണ്ട്. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഭയങ്കര കമ്പാരിസൺ ആണ്. ഈ കണ്ടെയ്ൻമെന്റ് അഥവാ സംതൃപ്തി എന്ന് പറയുന്നത് നമുക്കുള്ളത് കൊണ്ട് സംതൃപ്തമായി ജീവിക്കാൻ പറ്റുമ്പോഴാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പണ്ട് വളരെ അത്ര വലിയ മത്സരങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ആൾക്കാർ കുറച്ചും കൂടെ സമാധാനമായിട്ട് ജീവിച്ചിരുന്നു എന്നൊക്കെ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഓക്കെ, ഓൾറെഡി നമുക്കെല്ലാം ഉണ്ട്, ഒരു കാർ ഉണ്ട് നമുക്ക്, ഓൾറെഡി നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അയലക്കത്തുള്ള ഒരു വലിയ കാറ് മേടിച്ചാൽ, അല്ലെങ്കിൽ അവരൊരു സെക്കൻഡ് കാറും കൂടെ മേടിച്ചാൽ തീർന്നു. പിന്നെ ഈ ഒരു കാറിന് ഒരു വിലയില്ലാണ്ടായി. പിന്നെ അതേപോലെ തന്നെ ഒരു കാറ് മേടിക്കണം, അതിലെ കുറച്ചും കൂടെ വലിയൊരു കാറ് മേടിക്കണം, അല്ലെങ്കിൽ 2 കാറ് മേടിക്കണം, എന്നാലേ സംതൃപ്തിയുള്ളൂ. അങ്ങനെയുള്ള ഒരു മത്സരത്തിലൂടെ ലൈഫിന്റെ സന്തോഷം കളയുന്നവരുണ്ട്. ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും, ഒന്നിലെ സംതൃപ്തി കണ്ടെത്താൻ പറ്റാതെ തങ്ങളുടെ കുട്ടികളെ അങ്ങനെ ആക്കി തീർക്കുന്ന പാരൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രെസ് നിറഞ്ഞ ഈ ഒരു ജീവിതത്തിൽ ചെറിയ കുട്ടികൾ മുതൽ നഴ്സറി ക്ലാസ് മുതൽ കുട്ടികൾക്ക് സ്ട്രെസ് കൊടുത്തു തുടങ്ങും. എനിക്ക് തോന്നുന്നു ഒരു 1-2 വയസ്സ് ആ ഒരു സമയത്ത് മാത്രമാണ് കുട്ടികൾക്ക് കുറച്ച് ഫ്രീ ആയിട്ട് അവരെ വിടുക. ഒരു നഴ്സറി ക്ലാസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു നഴ്സറി ക്ലാസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രഷർ വന്നു തുടങ്ങി. കുട്ടികൾക്ക് ഇപ്പോൾ ഹൈസ്കൂളിലേക്ക് ആവുമ്പോൾ പിന്നെ പറയുകയും വേണ്ട, മാർക്ക് മേടിക്കാനുള്ള ടെൻഷൻ, അഡ്മിഷനുള്ള നെട്ടോട്ടം, പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാളേറെ ടെൻഷനാണ്. ജോലിയിലുള്ള ആ ഒരു സ്ട്രെസ്, അതോടൊപ്പം കുടുംബം കൊണ്ടുപോകാനുള്ള സ്ട്രെസ് ജോലിയുള്ള അമ്മമാർക്ക്. ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് അവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ല, സാമ്പത്തിക സ്വാതന്ത്ര്യമില്ല, എല്ലാത്തിനും മറ്റൊരാളുടെ നേരെ കൈനീട്ടേണ്ടി വരുന്നു. അതിൻ്റെ സ്ട്രെസ്, ആ ഒരു എന്താ പറയുക, ഇല്ലായ്മയുടെ ആ ഒരു പോവർട്ടി കോൺഷ്യസ്നെസ് എന്ന് പറയും. ഇപ്പം നമ്മുടെ എറണാകുളത്തൊക്കെ ഒരു പ്രാവശ്യം ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു യാചകൻ മരിച്ചുപോയി അയാളുടെ ആ ഭാണ്ഡക്കെട്ട് അഴിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി. ലക്ഷങ്ങളുടെ സമ്പാദ്യം ഉണ്ടായിരുന്നു അയാൾക്ക് ബാങ്ക് ബാലൻസും ഉണ്ടായിരുന്നു. അയാളൊരു ലക്ഷാധിപതിയായിട്ടാണ് മരിച്ചത്, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അയാളുടെ ആ പണം കൊണ്ട് അയാൾക്ക് എന്ത് പ്രയോജനം കിട്ടി? അയാൾ റിച്ച് ആയിരുന്നു. അയാൾ യാചകനായിട്ട് ജനിച്ചു, യാചകനായിട്ട് മരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പണം വന്നു, അത് അയാൾക്ക് ഒട്ടും ഉപകാരപ്പെട്ടില്ല, പിന്നെ ആർക്കും ഉപകാരപ്പെട്ടെന്ന് അറിയില്ല. അപ്പോൾ ലൈഫിന്റെ പർപ്പസ് അറിയാതെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മോഹൻജി ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് നമുക്ക് കുറച്ചും കൂടെ അവയർനെസ് തരാനാണ്. എങ്ങനെയാണ് ഒരു പോവർട്ടി കോൺഷ്യസ്നെസ്സിൽ നിന്ന് ഒരു അബണ്ടൻസിലേക്ക് നമ്മുടെ തോട്ട്, അതായത് ഒരു മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കുന്നത്, നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുക. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിൽ നിന്നാണ്. അപ്പോൾ അതിനുള്ള പവർഫുൾ ടെക്നിക്സ് ഈ മോഹൻജിയുടെ എംപവേർഡ് പ്രോഗ്രാംസിൽ പഠിപ്പിച്ചിരുന്ന പവർഫുൾ ടെക്നിക്സ് ഈ 3 ദിവസവും ഷെയർ ചെയ്യുന്നുണ്ടാകും. പിന്നെ ദേവി മോഹൻ ചില ടെക്നിക്സ് പറഞ്ഞു തരുന്നുണ്ടാവും. മോഹൻജി ആചാര്യാസ് ക്ലാസ്സുകൾ നയിക്കുന്നുണ്ടാവും. അങ്ങനെ ഈ 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പഠിത്തം, അതായത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ലെസൺസ് ആണ് മോഹൻജി തരുന്നത്. പിന്നെ ഇതില് ഈ 3 ദിവസവും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. ദിവസത്തിൽ ഇപ്പോൾ ഒരു ദിവസം മാത്രമേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ, പല കാരണങ്ങൾ കൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു ദിവസം വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ഒന്നുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയില്ല. അതായത് ആദ്യത്തെ ദിവസത്തെ പ്രോഗ്രാം കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ രണ്ടാമത്തെ ദിവസത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ ഒന്നും മനസ്സിലാവില്ല എന്നുള്ള അവസ്ഥയില്ല. ഓരോ ദിവസവും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് ചാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ദിവസത്തെയും പ്രോഗ്രാം അത് പറയുന്നതിന് മുമ്പ് നമ്മൾക്ക് അതിന്റെ പൈസയെ പറ്റി പറയണം. കാരണം പൈസ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പറയട്ടെ, ഈ ഒരു പ്രോഗ്രാമിൽ നിന്നുള്ള പൈസ മോഹൻജിയുടെ ഗ്ലോബൽ ചാരിറ്റി ഫണ്ടിലേക്കാണ് പോവുക. നമ്മൾ അതാത് സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഇന്ത്യയിലൊക്കെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ എല്ലാവർക്കും അറിയാം, ചാരിറ്റിയെ പറ്റി അറിയാം. വളരെ ജനറസ് ആയിട്ട് ആൾക്കാർ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗ്ലോബൽ ലെവലിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ആക്ട് ഫോർ ഹങ്കർ, വിശപ്പില്ലാതെയാക്കുന്ന ആ പ്രോഗ്രാം, അങ്ങനെയുള്ള രീതിയിലുള്ള പ്രോഗ്രാം എല്ലാം വേറെ നടക്കുന്നുണ്ട്. അങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഒരു സപ്പോർട്ട് നൽകാനാണ് ഈ ഫീസ് വാങ്ങുന്നത്. ഒരു ദിവസം അറ്റൻഡ് ചെയ്യുന്നതിന് 7000 രൂപയാണ് ഈ ഒരു പ്രോഗ്രാം. ഇനി നിങ്ങൾ 3 ദിവസം കൂടെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പീസിൽ 15000 രൂപ കൊടുത്താൽ മതി. അതായത് 2 ദിവസത്തെ പ്രോഗ്രാമിന്റെ പൈസയ്ക്ക് 3 ദിവസവും അറ്റൻഡ് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ ഞാൻ ടൈമിംഗ് നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ ടൈമിംഗ് 4:30 to 7:30 ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസത്തെ പ്രോഗ്രാം 3 ദിവസത്തേക്കുള്ള പൈസ കൊടുത്തു, ഒരു ദിവസത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും 2 ആഴ്ചത്തേക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് പിന്നീട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വേണമെങ്കിൽ കേൾക്കാം. ഈ ടെക്നിക്സ് ഒക്കെ മനസ്സിലായില്ല, അല്ലെങ്കിൽ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇനി ആർക്കെങ്കിലും ഒരുമിച്ച് പൈസ അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾമെന്റ്
ആയിട്ട് അടയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളവർ അങ്ങനെയുള്ളവർ അത് അറിയിക്കുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യവും ചെയ്തു തരാമെന്ന് ഒരു പറയുന്നുണ്ട്. ഇനി മോഹൻജിയുടെ ഈ 3 ദിവസത്തെ പ്രോഗ്രാമിൻ്റെ ഓരോ ദിവസത്തെയും പ്രോഗ്രാമിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷനിൽ നിന്ന്, അതായത് ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് ഒരു മാസ്റ്ററിയിലേക്ക്, അതായത് അതിനെയെല്ലാം ഓവർകം ചെയ്ത് അതിൽ നിന്നെല്ലാം പെട്ടെന്ന് റിക്കവർ ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു മാസ്റ്ററി, അതായത് അതിനെല്ലാം കീഴടക്കിയിട്ട് നമുക്ക് സക്സസിലേക്ക് നയിക്കാം എന്നുള്ളത് മോഹൻജി സ്വന്തം അനുഭവത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. കാരണം മോഹൻജി ഇതിൽ വരുന്നതിന് മുമ്പ് ഒരു ബിസിനസ് മാൻ ആയിരുന്നു. അപ്പോൾ എത്തിക്സോടുകൂടി എങ്ങനെ വർക്ക് ചെയ്യാമെന്നുള്ളത് മോഹൻജി സ്വന്തം അനുഭവത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. കാരണം പ്രൊഫഷണൽ ലൈഫിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. അനത്തിക്കലായിട്ട്, അതായത് നമ്മളുടെ മനസാക്ഷിക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കുവാനൊക്കെ ചിലപ്പോൾ നമുക്ക് പ്രഷർ ഉണ്ടായെന്ന് വരാം. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ച് ഈ ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ക്ലാരിറ്റിയിലേക്ക് നമുക്ക് എങ്ങനെ പോകാം എന്നുള്ളതാണ് അത് മോഹൻജി സ്വന്തം അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതൊരു വലിയൊരു ഗൈഡൻസ് ആണ് നമുക്ക് എങ്ങനെ എത്തിക്സ് നഷ്ടപ്പെടാതെ പ്രൊഫഷണൽ വിജയം കണ്ടെത്താമെന്നുള്ളത് ആദ്യത്തെ ദിവസത്തെ ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള വിജയങ്ങൾ വരുമ്പോൾ അത് പലപ്പോഴും തലയ്ക്ക് പിടിക്കാറുണ്ട്. അതായത് അതോടുകൂടി നമ്മുടെ എത്തിക്സ് നഷ്ടപ്പെട്ട് സ്പിരിച്വാലിറ്റിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അങ്ങനെ വരാതെ നമ്മൾ വളരെ വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നമുക്കതിനെ എങ്ങനെ സ്പിരിച്വലായിട്ട് ആത്മീയമായ പുരോഗതിയിലേക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യാം, അതിനെ നമുക്ക് ഈ ഒരു പാതയിലേക്ക് തിരിച്ചുവിടാം. അതായത് ആത്മീയമായ പുരോഗതിക്കപ്പോൾ ഭൗതികമായ പുരോഗതിയും, അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള വിജയം എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ള കാര്യവും കൂടെ ഈ ഒരു ആദ്യത്തെ ദിവസത്തെ ഡിസ്കഷൻ ടോപ്പിക്കിലുണ്ടാവും. അത് മോഹൻജി നമ്മളെ ഇങ്ങനെ ക്വിക്കായിട്ട് ഈ ആത്മീയ പുരോഗതിയും ഇതും കൊണ്ട് നടക്കാമെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. രണ്ടാമത്തെ ദിവസത്തെ ടോപ്പിക്ക് നമുക്ക് എങ്ങനെ ഒരു മനസ്സമാധാനം കിട്ടുമെന്നുള്ളതൊക്കെ. പലപ്പോഴും സക്സസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സക്സസിൻ്റെ കൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് മനസ്സമാധാനം. പലപ്പോഴും ആൾക്കാർ ജോലി രാജിവെച്ച് പോകുന്നതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്, മനസ്സമാധാനം ഇല്ലാതെ. അപ്പോൾ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ്, അതായത് ആത്മീയതയിലെ ആ ഒരു കാര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ മനസ്സമാധാനം നിലനിർത്താം, പിന്നെ എങ്ങനെ ഒരു വിജയത്തെ നമുക്ക് ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് കാലുകൾ ഉറപ്പിച്ച് നിർത്തിയിട്ട് വിജയത്തെ എങ്ങനെ സ്വീകരിക്കാം, അതായത് വിജയത്തിൽ മതിമറന്നു പോകാതെ നമ്മൾക്ക് ആ വിജയത്തെ എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാം എന്നുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ ദിവസം ക്ലാസ്സിൽ ഉണ്ടാവുക. മൂന്നാമത്തെ ദിവസം എങ്ങനെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടിരിക്കാം, അതായത് സ്റ്റെബിലിറ്റി എങ്ങനെ അച്ചീവ് ചെയ്യാം. ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്ഥിരത, ഈ ഫ്ലക്ച്വേറ്റഡ് ആവാതെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഡൗൺ ആയി പോവുക, പിന്നീട് പതുക്കെ റിക്കവർ ചെയ്യുക, പിന്നെ അടുത്ത പ്രശ്നം വരുമ്പോൾ വീണ്ടും ഡൗൺ ആയി പോവുക. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സ്റ്റെബിലിറ്റി ഇല്ല. അതിന് പകരം എങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കാം, സക്സസിനെയും ഫെയിലിയറിനെയും ഒരുപോലെ എങ്ങനെ സ്വീകരിച്ച് പെട്ടെന്ന് തന്നെ അതിലൊരു സമചിത്തതയോടുകൂടി അതിനെ നേരിട്ട് എല്ലാ കാര്യങ്ങളെയും പെട്ടെന്ന് സ്വീകരിച്ച്, പലപ്പോഴും പരാജയങ്ങളെ സ്വീകരിക്കാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ട്. വിജയങ്ങളെ നമ്മൾ പെട്ടെന്ന് സ്വീകരിക്കും. വിജയങ്ങൾ നമ്മളെ അഹങ്കാരികളാക്കാൻ സാധ്യതയുണ്ട്, ഈഗോ വളരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പതനത്തിൻ്റെ ആഴവും കൂടും. അപ്പോൾ അങ്ങനെ വരാതെ എങ്ങനെ സമചിത്തതയോടുകൂടി വിജയത്തെയും പരാജയത്തെയും കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് മൂന്നാമത്തെ ദിവസം പറയുന്നത്. അപ്പോൾ ഇതിന് പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്സ് പറഞ്ഞു തരുന്നുണ്ടാകും മോഹൻജി ആചാര്യാസ്, ദേവി മോഹൻജി ഇവരെല്ലാവരും തന്നെ അതിനുള്ള പവർഫുൾ ടെക്നിക്ക് പറഞ്ഞു തരുന്നുണ്ടാവും, അതിനുള്ള ഉപദേശങ്ങൾ തരുന്നുണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഏതൊരു ജീവിത സാഹചര്യത്തിലാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ എങ്ങനെ അബണ്ടൻസ് കൊണ്ടുവരാം, നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ മാറ്റിയെടുത്തിട്ട് ഈ പോവർട്ടി കോൺഷ്യസ്നെസ്സിൽ നിന്ന് മാറി റിച്ച്നെസ് എല്ലാ കാര്യങ്ങളിലും നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളടക്കം. കാരണം വളരെ റിച്ച് എന്ന് നമ്മൾ വിചാരിക്കുന്നവരും ഉള്ളിൽ പൂറായിരിക്കും. എന്നാൽ വളരെ പൂറെന്ന് നമ്മൾ വിചാരിക്കുന്ന, അത് നമുക്ക് ആത്മീയതയിൽ പറയുവാണെങ്കിൽ ആത്മീയ ആചാര്യന്മാരെ ഗുരുക്കന്മാരൊക്കെ അവർ എക്സ്റ്റേണലി വളരെ പൂറാന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും അവർ ഇന്റേണലി ഭയങ്കര റിച്ച് ആയിരിക്കും. എന്ന് വെച്ചിട്ട് ധനത്തിൻ്റെ ആ ഒരു അഭാവം നമുക്ക് ഇല്ലാതാക്കാനും പറ്റും. ഇങ്ങനെ ഒരു അബണ്ടൻസ് മൈൻഡ് സെറ്റ് വന്നു കഴിയുമ്പോൾ തന്നെ ആ ഒരു ബ്ലോക്കേജ് മാറിയിട്ട് ധനം വന്നു തുടങ്ങാനുള്ള അവസരങ്ങളും ഉണ്ടാകും. പലപ്പോഴും ഈ ധനം എന്ന് പറയുന്നത് ഒഴുകിക്കൊണ്ടിരിക്കണം എന്ന് പറയും. കെട്ടിക്കിടക്കുന്ന ഒരു കാര്യമല്ല, ഒഴുകിക്കൊണ്ടിരിക്കണം. നമുക്ക് ധനം വരുമ്പോൾ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുക, നമ്മൾക്കും നന്നായി ജീവിക്കാൻ ചെലവാക്കുക, ആഡിങ് വാല്യൂ ടു ദ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ളവർക്കും ഉപകാരപ്പെടുക എന്ന രീതിയിൽ ധനം നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അത് പലർക്കും ആ ഒരു പ്രിൻസിപ്പിൾ അറിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ധനത്തിൻ്റെ ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ അതിന് മൈൻഡ് സെറ്റ് മാറണം. അതേപോലെ തന്നെ ലവ്, റിലേഷൻഷിപ്സ്, ഹെൽത്ത് എല്ലാ മേഖലകളിലും
എങ്ങനെ ഈ ഒരു അബണ്ടൻസ്, റിച്ച് എന്നുള്ള ആ ഒരു ഫീലിംഗ്, നമ്മൾ റിച്ച് ആണെന്നുള്ളത് നമുക്ക് തന്നെ തോന്നണം. അത് തോന്നാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ഒരു ബ്ലോക്കേജസ് വരുന്നത്. മൈൻഡ് സെറ്റിൻ്റെയാണ് ആ ഒരു ബ്ലോക്ക് വരുന്നത്. ഹാർട്ട് ചക്ര എല്ലാം ബ്ലോക്ക് ആക്കി വെക്കുന്നത്, ഒരു ഓപ്പൺനെസ് ഇല്ലാതെയാവുന്നത്. അപ്പം വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഹാർട്ടോട് കൂടി, വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടി ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്കൊക്കെ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഒരു വർക്കിംഗ് ആണെങ്കിൽ, ഒരു ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് അവരെ വളരെയധികം അവരുടെ മൈൻഡ് സെറ്റിനെ മാറ്റി എംപവേർഡ് ആക്കും, പവർഫുൾ ബീയിങ്സ് ആക്കും. എല്ലാവരുടെ ഉള്ളിലും ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു പവർ, നിങ്ങൾ വീട്ടമ്മ ആയിക്കോട്ടെ, സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ, വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, ഏത് മേഖലയിലുള്ളവരാണെങ്കിലും അവരെ എംപവർ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് അബണ്ടൻസ് വിത്ത് മോഹൻജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കാം. അതിലേക്ക് അയക്കുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് എനിക്ക് റിക്വസ്റ്റ് അയക്കുകയാണെങ്കിൽ ആരെയാണ് കോൺടാക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. പിന്നെ മോഹൻജിയുടെ ഒഫീഷ്യൽ പേജിൽ പോയി കഴിഞ്ഞാൽ mohanji.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. മോഹൻജിയുടെ ഫേസ്ബുക്ക് പേജിൽ, മോഹൻജി എന്ന് പറയുന്ന ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതും ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഇനി കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അതിൽ തരികയാണെങ്കിൽ ഞാൻ അതിന് കൺസേൺ ആൾക്കാരുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അവരോട് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും അബണ്ടൻസ് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. നമസ്കാരം.